ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അമ്മയ്ക്ക് തന്നെ ഒരു മൗനവും ഒരു സങ്കടവും ഒക്കെ എന്താ കാര്യം തന്നെ അമ്മ? രണ്ടു മൂന്ന് ദിവസമായിട്ട് പിന്നെ ടി വി കൂടെ വരുന്ന വാർത്തകൾ കേട്ട് എത്തിപ്പോളിൻ്റെ പ്രവചനങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പം നമ്മുടെ സർക്കാരിനെ കിട്ടിയാൽ കോൺഗ്രസിനാണ് മുൻപന്തി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് കേട്ടപ്പെട്ടോട്ട് ആകെ ഒരു അസ്വസ്ഥതയും ഒരു മനസ്സിനൊരു വിഷമവും. അമ്മ എന്തിനാ അതുപോലെ വിഷമിക്കുന്നത്? വിഷമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ പ്രളയമുണ്ടായി, നമ്മുടെ റോഡും പാലങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമായി പോയതിനെയെല്ലാം മനുഷ്യനെയും കൂട്ടി ചേർത്ത് പിടിച്ചത് നമ്മുടെ സർക്കാരല്ലേ. ആ സർക്കാരിന് ഇനി ഒരു 5 വർഷത്തെ ഭരണം കൂടെ കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. റോഡുകളൊക്കെ പണിതോ? റോഡുകൾ പണിതു, പാലം പണിതു, വീടുകൾ ഉണ്ടാക്കി കൊടുത്തു. വന്ന കാക്കയ്ക്ക് വരെയും ആഹാരം കൊടുത്തില്ലേ? കാക്കയ്ക്ക് മാത്രമല്ല, നായ്ക്കൾക്കും കുരങ്ങുകൾക്കൊക്കെ എല്ലാ മിണ്ടാമൃഗങ്ങൾക്ക് വന്ന അത് കോവിഡ് വന്നപ്പോഴാമേ. അത് കോവിഡ് കാലത്ത്. എന്നാലും അതുപോലെ എല്ലാം ചെയ്ത് ചേർത്ത് പിടിക്കാനൊരു സർക്കാരാണ് നമ്മുടെ സർക്കാരില്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതാണോ അമ്മയ്ക്ക് സങ്കടം? അത് തന്നെയാണ് സങ്കടം. അതുപോലെ അമ്മ പള്ളിച്ചട്ടമ്പി കണ്ടപ്പോൾ ഇരുന്ന് കണ്ണു നിറയുന്നുണ്ടായിരുന്നല്ലോ. അത് വിമോചന സമരത്തെ പറ്റിയും അന്ന് ചെയ്തു പോയ കാര്യങ്ങളൊക്കെ അന്നേരം ഞാൻ ഓർത്തു. അന്ന് എനിക്ക് ഒരു 15 വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ. അമ്മ വിമോചന സമരത്തിൽ പങ്കെടുത്തോ? ഞാൻ പങ്കെടുത്തു. പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു എൻ്റെ ജാതനോട് ഇങ്ങനെ പോകണം, എല്ലാവരും കൂടെ പോയി ചെയ്യുന്ന കൂടണമെന്ന്. അങ്ങനെ ഞങ്ങൾ കാഞ്ഞാറ്റി പോയി ഇങ്ങനെ ശബ്ദം ചെയ്തു, അറസ്റ്റ് ചെയ്തു, വിട്ടു. പിന്നെ ഞങ്ങൾ വീണ്ടും നിങ്ങൾ കാഞ്ഞാറ്റി പോയി എവിടെ പോയി സമരം ചെയ്തു? വില്ലേജ് ഓഫീസ് സമരം ചെയ്തു, വില്ലേജ് ഓഫീസ്. എന്നിട്ട് അവിടുന്ന് വിട്ടു. പിന്നെ ഞങ്ങൾ ഒളിച്ചിരുന്നേച്ച ഒരു മിന്നൽ പണിമുടക്ക് നടത്തി അന്ന് തന്നെ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം EMSനെ കുഴിച്ചു മൂടിയെന്നും പറഞ്ഞുകൊണ്ട് ശവപ്പെട്ടി മേടിച്ച് പട്ടുമിട്ട് കാഞ്ഞാറാറ്റിക്കോടെ ഒഴുക്കി കഴിഞ്ഞിട്ട് പായസം വെച്ച് ഒരു ഗ്ലാസ് ഞാനും കുടിച്ചു. എല്ലാവരും പായസവും കുടിച്ചു പോകുന്നു വീട്ടിലോട്ട്. അതെയോ? അറിയത്തില്ലായിരുന്നു. ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയായിരുന്നു അത്. അതെ, താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. പാവപ്പെട്ടവർക്ക് അന്ന് കുടികിടപ്പ് അവകാശമായിട്ട് 10 സെൻറ്റ് സ്ഥലം കൊടുത്തു. അവർക്ക് എന്തെല്ലാം സാമഗ്രികളൊക്കെ അന്ന് കൊടുത്തു. അതൊന്നും അന്ന് തിരിച്ചറിവില്ലായിരുന്നു. തിരിച്ചറിവില്ലാതെ വന്ന കാലത്തിൽ അങ്ങനെ ചെയ്തു പോയി. എന്നാൽ ചെയ്തതിന് പള്ളിച്ചട്ടമ്പി കണ്ടപ്പോഴാണ് ഓർത്തത്, ദൈവമേ ഞാനും സർക്കാരിനെ വെട്ടാൻ കൂടെ നിന്നതാണല്ലോ എന്ന്.